മലയാളത്തിൻ്റെ മഹാനടൻ ദേശീയ പുരസ്കാര നിറവിലാണ്. പ്രമേയുഗത്തിലെ അതിമനോഹരമായ അഭിനയത്തിനാണ് അദ്ദേഹം ദേശീയ പുരസ്കാരത്തിന് അർഹനായത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജൂറിയെ സംബന്ധിച്ച് വെല്ലുവിളികൾ പോലും ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്ര മനോഹരമായ രീതിയിലാണ് അദ്ദേഹം അതിൽ അഭിനയിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ അടുത്ത കാലത്തുള്ള കഥാപാത്രങ്ങളിൽ അടുത്ത കാലത്തുള്ള അഭിനയം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം താരപരിവേഷം അഴിച്ചു വെച്ചുകൊണ്ട് നടന പരിവേഷവുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിന് വേണമെങ്കിൽ രജനീകാന്തിനെ പോലെ ഒരു വലിയ താരമായി ആരാധകരെ സൃഷ്ടിച്ചുകൊണ്ടുള്ള വലിയ മെഗാ കഥാപാത്രങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാം. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അദ്ദേഹം വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, പുഴുവാണെങ്കിലും കാതലാണെങ്കിലും നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും കളങ്കാവലാണെങ്കിലും പ്രമേയുഗമാണെങ്കിലും അങ്ങനെ ഏത് പടം എടുത്ത് പരിശോധിച്ചാലും അദ്ദേഹം അത് അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തുംഗ ശ്രേണിയിൽ എത്തുന്ന കഥാപാത്രങ്ങളാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം കഥാപാത്രമായി മാറുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പം മറ്റ് പല നടന്മാരെ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ ഒരു മാനറിസം കയറി വരാം. ഏത് കഥാപാത്രമാണെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവരുടെ ഒരു മാനറിസം വരാം. പക്ഷേ നമ്മൾ ഈ ഭ്രമയുഗമോ കളങ്കാവലോ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി എന്ന വ്യക്തി അതിനകത്തില്ല. അതിൽ ആ കഥാപാത്രം മാത്രമാണ്. ഇപ്പോൾ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ കഥാപാത്രമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ തിയേറ്ററിലിരുന്ന ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം അതിലെ ഒരു കഥാപാത്രമായി തന്നെ പരകായ പ്രവേശം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി മമ്മൂട്ടിക്ക് ഇതിൽ അർഹത തന്നെയുണ്ട്. അതുമാത്രമല്ല, ഇനി അടുത്ത വർഷവും ജൂറിയെ സംബന്ധിച്ചിടത്തോളം, ദേശീയ അവാർഡ് ജൂറിയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് കളങ്കാവലിലെ അദ്ദേഹത്തിൻ്റെ അഭിനയമാണ്. ഒരു പക്ഷേ ഈ അഭിനയം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനായി മമ്മൂട്ടി തന്നെ സെലക്ട് ചെയ്യപ്പെടേണ്ടി വരും. പക്ഷേ അവരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കഴിഞ്ഞ വർഷവും മമ്മൂട്ടിയായിരുന്നല്ലോ ഏറ്റവും മികച്ച നടൻ ഭ്രമയുഗത്തിലെ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു നടനെ തന്നെ ഈ വർഷം എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യും എന്നുള്ള ഏറ്റവും വലിയൊരു ദുർഘടമായ അവസ്ഥയിലൂടെ ജൂറിക്ക് കടന്നു പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് അത് ഏത് തരത്തിലാണ് മമ്മൂട്ടിക്ക് തന്നെ കിട്ടട്ടെ എന്ന് നമ്മൾ മലയാളികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഭിമാനമായ മമ്മൂട്ടിക്ക് അത് കിട്ടട്ടെ എന്ന് ആശംസിക്കുമ്പോഴും ജൂറിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു പ്രായത്തിലും ഒരു 74 വയസ്സിലും അദ്ദേഹം എടുക്കുന്ന കഥാപാത്രങ്ങൾ, ഈ കളങ്കാവലിലൊക്കെ അദ്ദേഹം വരുന്ന സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിത്തരിച്ചു പോകും. ആ രീതിയിൽ ഭ്രമയുഗമാണെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, നെഗറ്റീവ് കഥാപാത്രങ്ങൾ, ഇപ്പോൾ കാതൽ എന്ന സിനിമ എടുത്താലും നൻപകൽ നേരത്ത് മയക്കം എന്ന പടം എടുത്താലും പുഴു എന്ന സിനിമ എടുത്താലും ഇതിലൊക്കെ അദ്ദേഹം എടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ, ഒരുപക്ഷെ ഇത്രയും താരപരിവേഷം ഉള്ള ഒരു നടന് അങ്ങനെയുള്ള കഥാപാത്രം എടുക്കേണ്ട ആവശ്യമില്ല. താരപരിവേഷവുമായി രജനീകാന്തിനെ പോലെയൊക്കെ അദ്ദേഹത്തിന് കടന്നു പോകാം. പക്ഷേ അദ്ദേഹം അഭിനയത്തെ മെച്ചപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അഭിനയത്തോടുള്ളൊരു അഭിനിവേശം അദ്ദേഹത്തെ എപ്പോഴും അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇനിയും അഭിനയിച്ച് മതിയായിട്ടില്ല എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് മമ്മൂട്ടി എന്ന മഹാനടൻ.